ടെക് ഗുരു മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് HTML ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു. അതിൽ നമ്മൾ ഈ വീഡിയോ സീരീസിൽ എന്തൊക്കെ പഠിക്കാൻ പോകുന്നതെന്ന് കണ്ടു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുക, അവരുടെ വെബ്സൈറ്റ്, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായി വരുന്ന ആ സോഫ്റ്റ്വെയർസിൽ അല്ലെങ്കിൽ ആ കോഡ് എഡിറ്റേഴ്സിൽ ആവശ്യമായി വരുന്ന എക്സ്റ്റൻഷൻസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെക്കുറിച്ചാണ്. സോ എക്സ്റ്റൻഷൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫ്ലോ അതല്ലെങ്കിൽ കോഡിങ്ങിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ സാധിക്കും. സോ നമുക്ക് വേഗം കടക്കാം അവരുടെ ഓരോ വെബ്സൈറ്റിലേക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ ആദ്യം തന്നെ ഞാൻ ബ്രാക്കറ്റ്സ് ആണ് ഞാൻ നോക്കുന്നത്. സോ ബ്രാക്കറ്റ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ആദ്യം തന്നെ വരുന്ന ലിങ്കാണ് അഡോബിൻ്റെ ബ്രാക്കറ്റ്സ്. ഇതൊരു ടെക്സ്റ്റ് എഡിറ്റർ അല്ലെങ്കിൽ കോഡ് എഡിറ്ററാണ്. സോ നിങ്ങൾക്ക് ആദ്യത്തെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടാവും. സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഏകദേശം ഒരു 50 MB ഉണ്ടാവും ഇതിൻ്റെ സൈസ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്ലൈം ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇത് ചെറിയ ടെക്സ്റ്റ് എഡിറ്ററാണ്. ഇതിൻ്റെ പെയ്ഡ് വെർഷനും ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ പേ ചെയ്യാത്ത ട്രയൽ വെർഷൻ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് ഏകദേശം 10 MB 20 MB വരും. സോ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതും ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി അടുത്ത ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് ആറ്റമാണ്. ആറ്റവും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് 130 MB വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ബ്രാക്കറ്റ്സ് ആണ്. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കത് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ സബ്ലൈം ടെക്സ്റ്റും ബ്രാക്കറ്റ്സുമാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. സോ ബ്രാക്കറ്റ്സ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. സോ എല്ലാ പ്രൊസീജിയറും എല്ലാ പ്രോഗ്രാമും ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. സോ നമുക്ക് ഡെസ്റ്റിനേഷൻ ഫോൾഡറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് പാത്ത്, ഒരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാത്ത് സെറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ജാവ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് അടിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിലും നമുക്ക് പാത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് ബ്രാക്കറ്റ്സ് തന്നെ സെറ്റ് ചെയ്യും, നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. കുറച്ച് സമയത്തിനകം ഇത് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് വരും. സോ ഫിനിഷ് കൊടുക്കാം. നമുക്ക് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. സോ ബ്രാക്കറ്റ്സിൻ്റെ ഷോർട്ട് കട്ട് ഉണ്ട്. സോ ഇതാണ് ബ്രാക്കറ്റ്സിൻ്റെ ഇൻ്റർഫേസ്. സോ ഇതിൽ എല്ലാ പ്രോഗ്രാംസും പോലെ തന്നെയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെനൂസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളതിൽ നോക്കി നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ എംമെറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനാണ്. സോ എക്സ്റ്റൻഷന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റൻഷനാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ആദ്യം ഈ ഈ എക്സ്റ്റൻഷൻ മാനേജർ എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. സോ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ എംമെറ്റ് എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇതിൽ നെറ്റ് വേണം. നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് നെറ്റ് ആവശ്യമാണ്. സോ എംമെറ്റ് എന്ന് അടിച്ചു കൊടുക്കുക. സോ ഇതിൽ എംമെറ്റ് എന്ന ഈ എക്സ്റ്റൻഷനാണ് നമുക്ക് ആവശ്യം. ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന എണ്ണം നമുക്കത് തന്നെ മനസ്സിലാവും. ഇതൊരു പോപ്പുലറായിട്ടുള്ള ഒരു എക്സ്റ്റൻഷനാണ് അഡോബ് ബ്രാക്കറ്റിനെ. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ എംമെറ്റ് എന്ന് പറഞ്ഞ ഈ മെനു വന്നിരിക്കുന്നത്. സോ എംമെറ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫൈ എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം. സോ ബ്യൂട്ടിഫൈ എക്സ്റ്റൻഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡ് കുറച്ചുകൂടി നല്ല അഴകുള്ളതാക്കി, അതായത് ഇൻഡൻറ്റേഷൻ കറക്റ്റാക്കി തരുന്ന ഒരു എക്സ്റ്റൻഷനാണ് ബ്യൂട്ടിഫൈ എന്ന് പറയുന്നത്. സോ ബ്യൂട്ടിഫൈയും ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു. സോ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ ഇൻസ്റ്റാൾ ആവുന്നതാണ്. സോ ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ 2
എക്സ്റ്റൻഷൻസ് മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തീം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീമും മാറ്റാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ആക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തീം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡാർക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് നൈറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യും. സോ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഇങ്ങനെയാണ് എക്സ്റ്റൻഷൻസ് നമ്മൾ ഇങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇതാണ് ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ എന്ന ഈ സെക്ഷനിൽ, ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് ഈ അഡോബ് ബ്രാക്കറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ HTML കോഡിങ് അതിൽ വെബ് ഡിസൈനിങ് തുടങ്ങും. സോ എല്ലാവരും ഒരുങ്ങിയിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്.